morning, it's me Muhammad Shafiq BK, your chemistry teacher. മക്കളെ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കാന്ന് സാർ വിശ്വസിച്ചോട്ടെ. യെസ്, നിങ്ങളെല്ലാവരും SSLCയിൽ നാം പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിന് ഒരുങ്ങാനുള്ള അല്ലെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സാർ മനസ്സിലാക്കുന്നു. യെസ്, അതെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ SSLCയെ കാര്യമായിട്ട് കാണാത്ത മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് ഈ വീഡിയോ നിങ്ങളുടെ ഇതിന്റെ തമ്പ് കണ്ടിട്ട് ഇതിൽ നിങ്ങൾ കയറണമെങ്കിൽ നിങ്ങൾ SSLCയെ കാര്യമായി കാണുന്നവരാണ്, SSLCയിൽ ഫുൾ A+ നേടാൻ ആഗ്രഹിക്കുന്നവരാണ്, നേടുന്നവരാണ്. സോ നമ്മൾ കെമിസ്ട്രി 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്, കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വലിയ ചാപ്റ്റർ ആണത്. ആ ചാപ്റ്ററിന്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് സാറ് കവർ ചെയ്ത് തരാം. ഇതിലുള്ള ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന രൂപത്തിലാക്കി തരാം. സോ മക്കൾ ചെയ്യേണ്ടത് എത്ര മാത്രം, നിങ്ങളിപ്പോൾ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ പോയി നിങ്ങൾ ഐ ആം കോൺഫിഡൻറ്റ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കുക. അതല്ലെങ്കിൽ കോൺഫിഡൻസിൽ അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം കഴിയുന്നതോട് കൂടിയിട്ട് ഈ ഏരിയയിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും കിട്ടുന്ന രൂപത്തിൽ കോൺഫിഡൻ്റ് ആയി മാറും. നോക്കാം, നമുക്ക് കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹ സംയുക്തം എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ നമുക്ക് 3ആയിട്ട് വിഭജിക്കാം മക്കളെ. അമോണിയ, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സന്തുലനാവസ്ഥ, മൂന്നാമതായിട്ട് സൾഫ്യൂരിക് ആസിഡ്, ഇങ്ങനെ 3 വിഭാഗമാണുള്ളത്. അതിൽ അമോണിയ എന്ന് പറഞ്ഞ ഏരിയ നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോവാണ്. സോ വാട്ട് ഈസ് അമോണിയ? അമോണിയയുടെ കെമിക്കൽ ഫോർമുല എന്താണ്? ഒരു നൈട്രജനും 3 ഹൈഡ്രജനും കൂടി ചേർന്ന ഒരു കോമ്പൗണ്ട് ആണ് അമോണിയ എന്ന് പറഞ്ഞത്. ഇവരെന്താണടാ? വാതകമാണ്, ഗ്യാസ് ആണ് എന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. എന്താണ്? ഗ്യാസ് ആണ് ഏത്? ഈ അമോണിയ എന്ന് പറയുന്നത്. ഈ അമോണിയക്ക് ഉണ്ടാകുന്ന ബാക്കി പ്രത്യേകതകൾ എന്തൊക്കെയാ എന്ന് നമുക്ക് നോക്കിയാലോ. സാറ് ഈ പറയുന്നതിനപ്പുറം നിങ്ങൾ അമോണിയയിൽ നിന്നും ഒന്നും പഠിക്കേണ്ടതില്ല. ബിക്കോസ് അതേ ചോദിക്കൂ, അതിനപ്പുറത്തേക്ക് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. അമോണിയയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ നോക്കാം. കളർലെസ് ഗ്യാസ് ആണ്, അതായത് നിറമില്ലാത്ത വാതകമാണ്. ഇനി പഞ്ചന്റ് സ്മെല്ലാണ്, രൂക്ഷഗന്ധാണ്, അതായത് നമ്മുടെ മൂക്കിലേക്ക് കുത്തിക്കയറുന്ന രൂപത്തിലുള്ള ഒരു സ്മെല്ലാണ്. ഇനി ബേസിക് നാച്ചറാണ്, ബേസിക് സ്വഭാവമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്തു വെക്കണം. അമോണിയയുടെ നാച്ചർ എന്താണ്? ബേസിക് നാച്ചറാണ്, അസിഡിക് അല്ല. ഇനി ഹൈലി സോലുബിൾ ഇൻ വാട്ടർ, അതായത് വെള്ളവുമായി കണ്ടാൽ ആ സ്പോട്ടിൽ തന്നെ ആ വെള്ളവുമായിട്ട് അവർ സോലുബിൾ ആവും, അതായത് മിക്സ് ആയി പോകും. അത് അമോണിയയുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇനി മറ്റൊന്ന് മക്കളെ, ലെസ് ഡെൻസർ ദാൻ വാട്ടർ, ലെസ് ഡെൻസർ ദാൻ എയർ, അഥവാ വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. എന്താ അതിനെക്കൊണ്ട് മീൻ ചെയ്യുന്നതാടാ? കേട്ടാ, നമ്മുടെ അമോണിയ നിറച്ചൊരു ബലൂണ്, ഞാൻ അമോണിയ ഗ്യാസ് നിറച്ചൊരു ബലൂൺ കിട്ടിയാൽ ആ ബലൂൺ എങ്ങോട്ടാണ്? പെട്ടെന്ന് തന്നെ നമ്മളെ ഹൈഡ്രജൻ ബലൂൺ പോലെ മുകളിലോട്ട് ഉയരും. എന്താ? വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്, ഡെൻസിറ്റി കുറവാണ് എന്നുള്ളത് മക്കൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയാണ് അമോണിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അമോണിയയുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി അമോണിയയുടെ നിർമ്മാണങ്ങളാണ്. അതിലൊന്നാമതായി അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, അതായത് വ്യാവസായികമായിട്ട് അമോണിയ എങ്ങനെയാ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. മക്കളെ, അതിന്റെ പേര് ആദ്യം പഠിച്ചു വെക്കുക. ഇതിന്റെ പേരാണ് ഹേബർ പ്രോസസ്. മക്കളെ, ഇത് ഓർത്തു വെക്കുക, ഹേബർ പ്രോസസ്. അതായത് അമോണിയയുടെ നിർമ്മാണത്തിന് വിളിക്കുന്ന പേരാണ് ഹേബർ പ്രോസസ് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ നമുക്ക് പല തവണയായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഓർത്തു വെക്കുക. നൈട്രജൻ ഗ്യാസിനെയും നൈട്രജൻ വാതകത്തെയും 3 ഹൈഡ്രജൻ വാതകത്തെയും തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് അവരെന്താക്കി മാറ്റും? 2 NH3 അഥവാ അമോണിയ വാതകമാക്കി മാറ്റുന്ന ഈ ഒരു റിയാക്ഷൻ ആണ് ഹേബർ പ്രോസസ്സിലൂടെ നടക്കുന്നത്. സോ മക്കൾ ഇത്രയും പഠിച്ചാൽ മതി. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന്റെ പേരെന്താണ്? ഹേബർ പ്രോസസ് എന്നാണ്. അതിന്റെ ഇക്വേഷൻ ഇതാണെന്ന് പഠിച്ചു വെക്കുക. ഒരു കാര്യം കൂടി സാർ എക്സ്ട്രാ പറഞ്ഞുതരാം. അഥവാ നിങ്ങൾക്ക് ഇത് ടഫാക്കി ചോദിക്കുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം കൂടി ചോദിക്കും. എന്താണ് ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം, അതല്ലെങ്കിൽ കാറ്റലിസ്റ്റ്? മറ്റാരുമല്ല, നമ്മളുടെ സ്വന്തം ഇരുമ്പാണ്, അഥവാ അയൺ ആണ്. അയൺ എന്ന് പറയുമ്പോൾ സ്പോഞ്ചി അയൺ എന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ നിങ്ങൾ അയൺ എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് വ്യാവസായിക നിർമ്മാണത്തിൽ അറിഞ്ഞു വെക്കേണ്ടതുള്ളൂ. ഇനി അടുത്ത കാര്യമാണ് അമോണിയയുടെ ലബോറട്ടറിയിലെ പ്രിപ്പറേഷൻ. പരീക്ഷണശാലയിൽ എങ്ങനെയാ അമോണിയ ഉണ്ടാക്കുക? എടാ, അതിനു വേണ്ടിയിട്ട് മക്കളെ 2 കാര്യങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതിനൊക്കെ മുമ്പ് ഈ പറയുന്ന കാര്യത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പിക്ചറിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാർ പിന്നീട് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ നോക്കുക. ആദ്യമായിട്ട് വേണ്ടത് അമോണിയം. നോക്കണേ, അമോണിയം എന്താണ്? ക്ലോറൈഡ് ആണ് മക്കളെ. NH3 എന്ന് പറയുമ്പോൾ അമോണിയ, NH4 എന്ന് പറഞ്ഞാൽ അമോണിയം. അത് നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അമോണിയം ക്ലോറൈഡ്, Cl ആകുമ്പോൾ ക്ലോറൈഡ് ആണല്ലോ. പിന്നെ അതിനോടൊപ്പം എന്ത് വേണം? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. എന്താ? CaOH ട്വൈസ്. ഇതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ടും എന്താണ്? പൊടിയാണ്. അത് തമ്മിൽ മിക്സ് ചെയ്തിട്ട് അവരെ ചൂടാക്കുക. എന്താക്കുക? ചൂടാക്കുന്നതിന് നമ്മൾ എന്താ പറയുക? താപം കൊടുക്കുക, അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ചിഹ്നം ഇട്ടാലും മതി. ഓക്കെ,
അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാവും? കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാകും. പിന്നെന്താ ഉണ്ടാവുക? നമ്മളുടെ വാട്ടർ ഉണ്ടാകും. പിന്നെ അതിന് പുറമെ എന്തുണ്ടാകും? അമോണിയ ഉണ്ടാകും. അമോണിയ ഗ്യാസ് ഉണ്ടാകും മക്കളെ. എന്തുണ്ടാകും? അമോണിയ ഗ്യാസ് ഉണ്ടാകും. അപ്പൊ കണ്ടോ, ഈ രണ്ടെണ്ണവും ഗ്യാസ് അല്ല. വാട്ടർ എന്ത് ഫോമിലാണ് ഉണ്ടാകുന്നത്? ലിക്വിഡ് ഫോമിലാണ്. കാൽസ്യം ക്ലോറൈഡ് സോളിഡ് അഥവാ ഖരാവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഉണ്ടാകുന്ന അമോണിയ മാത്രമാണ് പിന്നെ അവശേഷിക്കുന്ന ഗ്യാസ്, വാതകം. അതിന് മാത്രമേ പിന്നെ പറക്കാൻ കഴിയുള്ളൂ. സോ ഇത് നിർമ്മിക്കുന്ന ആ ഒരു കാര്യം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. മക്കളെ നോക്കടാ, അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും നമ്മൾ എടുത്ത് ചൂടാക്കുന്നത് ഒരു ചെരിഞ്ഞ ബോയിലിംഗ് ട്യൂബിൽ വെച്ചിട്ടാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞല്ലോ. എന്തൊക്കെയായിരുന്നു? കാൽസ്യം ക്ലോറൈഡ് ഉണ്ടായിട്ടുണ്ട്, വാട്ടർ ഉണ്ടായിട്ടുണ്ട്, കൂടാതെ അമോണിയയും ഉണ്ടായിട്ടുണ്ട്. ഈ അമോണിയ മാത്രമാണ് ഗ്യാസ്. ആ അമോണിയ മാത്രമായിരിക്കും വാതകം. അതിങ്ങനെ പോയി 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 അമോണിയയെ നമ്മൾ ഒരു സംഗതിയിലൂടെ കടത്തി വിടുന്നുണ്ട്. ഏതാണവൻ? അതാണ് CaO. പഠിച്ചു വെക്കുക. എന്താണ് ഇവിടെ CaO ഉപയോഗിക്കാൻ കാരണം? CaO എന്താണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? ഡ്രൈയിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഡ്രൈയിങ് ഏജന്റ്, അതല്ലെങ്കിൽ മലയാളമാണെങ്കിൽ ശോഷകാരകം എന്ന് പറയും. എന്താ ഇവന്റെ പിന്നെ ജോലി എന്ന് പറയുന്നത്? അമോണിയയുടെ മുകളിലുള്ള ജലാംശത്തെ വലിച്ചെടുക്കുക. അമോണിയയുടെ മുകളിലുള്ള ജലാംശത്തെ വലിച്ചെടുക്കുക. ടു അബ്സോർബ് വാട്ടർ. പഠിച്ചു വെച്ചോ, ക്വസ്റ്റ്യൻ ഇവിടുന്ന് വരും. എന്താണ് കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്യുക്ലൈമ, അല്ലെ? അതിന്റെ നീറ്റുകക്ക അല്ലെങ്കിൽ ക്യുക്ലൈമ അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ്. ഈ 3 പേരുകളാണ് ഇതിനുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ എന്താ മക്കൾ പറയേണ്ടത്? ജലാംശം വലിച്ചെടുക്കാൻ. ചോദ്യം നമ്പർ 1. ഇവിടെ നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഭാഗത്ത് നിന്നാണ് ഉണ്ടാവുക. ഓക്കെ, ജലാംശം വലിച്ചെടുക്കാൻ കാരണം എന്താണ്? നീറ്റുകക്ക അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡ് എന്താണ്? ഡ്രൈയിങ് ഏജന്റ് അല്ലെങ്കിൽ ശോഷകാരകമാണ്. അതായത് ജലാംശത്തെ വലിച്ചെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. അപ്പോ ഇതിലൂടെ അമോണിയ പോകുമ്പോ നീറ്റുകക്കയും അമോണിയയുമായി പ്രവർത്തിക്കൂല. അടുത്ത ചോദ്യം അതാണ്. എന്താണ്? എടാ, ഈ കാൽസ്യം ഓക്സൈഡ് അമോണിയയെ ഒന്നും ചെയ്യുന്നില്ല. അമോണിയയുടെ മുകളിലുള്ള വെള്ളത്തെ മാത്രം വലിച്ചെടുക്കുന്നുള്ളൂ. എന്താ അപ്പോ അതിന് കാരണം എന്ന് ചോദിക്കും മക്കളെ. അപ്പൊ പറഞ്ഞു കൊടുക്കണം, ഈ പറയുന്ന ഈ കാൽസ്യം ഓക്സൈഡ് എന്ത് നാച്ചറാണ്? ബേസിക് നാച്ചറാണ്, ബേസിക സ്വഭാവമാണ്. അമോണിയയും എന്ത് സ്വഭാവമാണ്? ബേസിക സ്വഭാവമാണ്. ഒരു ബേസ് മറ്റൊരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യൂല. അപ്പോ എന്തുകൊണ്ടാണ് കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ നീറ്റുകക്കാതെ അല്ലെങ്കിൽ ക്യുക്ലൈമ് അമോണിയയുമായി റിയാക്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ദേ ബോത്ത് ആർ ബേസ് ആണ്. അത് രണ്ടും എന്താണ്? ബേസ് ആയതുകൊണ്ടാണ് എന്ന് മക്കൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോ ഇങ്ങനെ പുറത്തെത്തിയ വെള്ളമൊക്കെ തോർത്തി ജലാംശമൊക്കെ ഒഴിവാക്കി പുറത്തെത്തിയ അമോണിയയെ നമ്മൾ ഇങ്ങനെ കടത്തിവിടും. എങ്ങോട്ട്? നമ്മൾ അമോണിയയെ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാ? സാധാരണ നമ്മൾ സാധനം മേടിക്കുക ഇങ്ങനെയാണ്, എന്നാ അമോണിയ മേടിക്കുക ഇങ്ങനെയാണ്. എന്താ ഇതിന് കാരണം എന്ന് ചോദിക്കും മക്കളെ. അമോണിയ ഗ്യാസ് ആണ്, മാത്രമല്ല സാന്ദ്രത കുറഞ്ഞ, ഡെൻസിറ്റി കുറഞ്ഞ ഗ്യാസ് അല്ലേ. അതുകൊണ്ട് തന്നെ അമോണിയ മുകളിലോട്ട് പറന്ന് 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 പോവും. ഞാൻ ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെയാണ് വെച്ചതെങ്കിൽ ഇവിടേക്ക് വരുന്ന അമോണിയ ഒരിക്കലും ടെസ്റ്റ് ട്യൂബിൽ ഇവിടെ താഴെ നിൽക്കൂല. അത് പറന്ന് പറന്ന് മുകളിലോട്ട് പോവും. നമുക്ക് അമോണിയ കിട്ടാതാവും. അതുകൊണ്ടാണ് അമോണിയയെ ഇൻവേർട്ടഡ് ജാറ് അല്ലെങ്കിൽ തല കീഴായ ജാറിലാണ് അമോണിയ സ്വീകരിക്കുക. ചോദ്യം, അടുത്ത ചോദ്യം ഇവിടുന്നാണ്. എന്തുകൊണ്ടാണ് അമോണിയ തല കീഴായ ജാറിൽ ശേഖരിക്കുന്നത്? ഓക്കെ, അമോണിയ എന്തുകൊണ്ടാണ് ഇൻവേർട്ടഡ് ജാറിൽ കളക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മക്കൾ പറയാ ഡെൻസിറ്റി ഓഫ് അമോണിയ ലെസ് ആയതുകൊണ്ട്. ഓക്കെ, അമോണിയയുടെ സാന്ദ്രത കുറവായതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യമാണ് അമോണിയയുടെ നിർമ്മാണത്തിൽ നിന്നും വരികയുള്ളൂ. ഇതിലപ്പുറം ഒന്നും ചോദിക്കാനില്ല. ഇക്വേഷൻ വെച്ചുള്ള ചോദ്യം പരമാവധി കണ്ടിട്ടുള്ളത് ഈ ഭാഗം ഇവിടെ ഒഴിച്ചിട്ടിട്ട് ഇത് ആരാണ് ഈ വാതകത്തെ തിരിച്ചറിയുക എന്നൊക്കെയാണ് ചോദ്യം ഉണ്ടാകാറുള്ളത്. സോ അമോണിയയുടെ നിർമ്മാണം നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കി. ഇനി അമോണിയ വെച്ചിട്ടുള്ള വേറെ കുറച്ച് പരിപാടികൾ ഉണ്ടല്ലോ, നോക്കാം നമുക്ക്. എടാ, യെസ്, അമോണിയ ഒരു ബേസ് ആണെന്നുള്ളത് മനസ്സിൽ വേണം കേട്ടോ മക്കളെ. നിങ്ങൾ ഒരാളെ പഠിച്ചു വെക്കുക. അയാളുടെ പേരാണ് ഫിനോഫ്തലിൻ. എന്താ പേര്? ഫിനോഫ്തലിൻ. ഓക്കെ, ഫിനോഫ്തലിൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫിനോഫ്തലിൻ. ഫിനോഫ്തലിൻ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? പഠിച്ചോ, ഇത്രയും നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ. ഫിനോഫ്തലിൻ ആണെങ്കിൽ ബേസ് ആണെങ്കിൽ അതിന് പിങ്ക് കളർ കൊടുക്കുന്ന ഒരാളാണ്. ബേസ് ആണെങ്കിൽ പിങ്ക് കളർ കൊടുക്കുന്ന ഒരാളാണ് ആര്? ഫിനോഫ്തലിൻ. ദാറ്റ് മീൻസ് ഫിനോഫ്തലിന് കളർ ഇല്ല, ഫിനോഫ്തലിന് നിറമില്ല. ഓക്കെ, പക്ഷേ ഫിനോഫ്തലിൻ എങ്ങാനും നമ്മൾ ഒരു ബേസിക് നാച്ചുറലുള്ള സാധനത്തിൽ അപ്പോൾ ഒന്ന് വീണാൽ ആ ഒരു ഭാഗം മൊത്തം പിങ്ക് കളറാക്കി മാറ്റും. ഓക്കെ, അപ്പൊ മക്കളെ ഇവിടെ ശ്രദ്ധിക്കാം നിങ്ങൾ. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ എന്താ? ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് ഫിനോഫ്തലിൻ ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം ബേസ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന് നിറം മാറ്റൊന്നും ഉണ്ടാവില്ല. കാരണം വെള്ളം ന്യൂട്രൽ ആണ്. അതുകൊണ്ട് ഇവിടെ ഫിനോഫ്തലിൻ ആഡ് ചെയ്ത് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. എന്നാൽ
ഈ വെള്ളം ഇവിടെ നിൽക്കെ ഈ സിറിഞ്ച് കണ്ടല്ലോ മക്കള്, ഈ സിറിഞ്ചിലും വെള്ളമുണ്ട്. ഈ ജാറിൽ നിറച്ച് ഞാൻ ഗ്യാസ് നിറച്ച് വെച്ചിട്ടുണ്ട് മക്കളെ. ഈ സിറിഞ്ചിലുള്ള വെള്ളം ഞാൻ മെല്ലെ ഈ ജാറിലേക്ക് പമ്പ് ചെയ്യാണ്. കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ മക്കളെ. അമോണിയക്ക് ആരിഷ്ടമാണ്? വെള്ളത്തെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, അമോണിയ ഈ വെള്ളം കുറച്ച് വെള്ളം ഇവിടെ എത്തിയത് കണ്ടാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് അമോണിയ ഉണ്ടെങ്കിലും അതിൽ ഈ വെള്ളവുമായിട്ട് ലയിക്കാൻ പറ്റുന്ന അത്രയും അമോണിയ ഇങ്ങോട്ട് വരും. ഓക്കെ, അങ്ങനെ അവർ തമ്മിൽ ലയിച്ചിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാകും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അമോണിയ വാതകം വന്നിട്ട് വെള്ളവുമായിട്ട് ലയിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന മറ്റൊന്നാണ് NH4OH, അതായത് അമോണിയം ഹൈഡ്രോക്സൈഡ്. OH എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോക്സൈഡ്. നേരത്തെ സാറ് പഠിപ്പിച്ചല്ലോ. NH4 എന്ന് പറഞ്ഞാൽ എന്താ? അമോണിയം. അപ്പൊ എന്താണിത്? അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പോ ഇത് എഴുതാൻ എളുപ്പമാണെടാ. NH3യും ഇവിടുത്തെ ഒരു H കൊടുക്കുക, അപ്പൊ NH4. പിന്നെന്താ ഉള്ളത്? ഒരു ഓയും ഒരു എച്ചും അല്ലേ? അതാണ് OH. ഓക്കെ, അപ്പോ ഇതാണ് ഇക്വേഷൻ. എന്ത് തമ്മിലുള്ള? അമോണിയയും ജലവും തമ്മിലുള്ള ഇക്വേഷൻ. ഇത് നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചിരിക്കണം. ഇത് എക്സാമിന് നിരന്തരം ചോദിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. പലപ്പോഴും ഈ ഒരു ഏരിയ ഒഴിച്ചിട്ട് തന്നിട്ട് ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. എനിവേ, അപ്പൊ ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അതായത് ഇവിടെ സിറിഞ്ചിലുള്ള കുറച്ച വെള്ളം ഇവിടേക്ക് ആക്കിയപ്പോൾ തന്നെ ഈ ജാറിലുള്ള പരമാവധി അമോണിയ വന്നിട്ട് ആ വെള്ളത്തിൽ ലയിച്ച് അമോണിയം ഹൈഡ്രോക്സൈഡായി മാറി. സ്വാഭാവികമായിട്ടും നേരത്തെ നല്ല ഹൈ പ്രഷറിൽ ഉയർന്ന മർദ്ദത്തിൽ നിറച്ചു വെച്ച അമോണിയയിൽ നിന്നും കുറച്ച് അമോണിയ കുറഞ്ഞു. അത് വന്നിട്ട് ഇവിടെ ലയിച്ചില്ലേ. അപ്പൊ ഇതിൻ്റെ ഉള്ളിലെ മർദ്ദം കുറയും, അതായത് പ്രഷർ കുറയും. പ്രഷറിന് ഒരു പ്രശ്നമുണ്ട്. എന്താ? എവിടെയാണോ പ്രഷർ കുറവ് അവിടേക്ക് പ്രഷർ കൂടിയെടുത്തുനിന്ന് ഒഴുക്ക് നടക്കും, ഫ്ലോ നടക്കും. അപ്പോ ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ കുറഞ്ഞപ്പോൾ, അമോണിയ ഗ്യാസ് ലയിച്ചപ്പോൾ പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറഞ്ഞപ്പോൾ പുറമെയുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം ഇവിടെ ആകെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഗ്യാപ്പ് ഈ ഹോള് മാത്രമാണ്. അതിൻ്റെ ഉള്ളിലൂടെ അടിച്ച് കയറും ഉള്ളിലേക്ക്. പക്ഷെ ആ പോണ വഴിക്ക് ആരെയും കൂട്ടും? താഴെയുള്ള ഈ പാത്രത്തിലുള്ള ഫിനോഫ്തലിൻ ചേർത്ത വെള്ളം കൂടി ഉണ്ടാവും. അങ്ങനെ അടിച്ചു കയറും. ഇതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇവിടെ വന്ന് അമോണിയയുമായി ടച്ച് ആവുമ്പോൾ ആ വന്ന വെള്ളത്തിന് എന്ത് നിറം രൂപപ്പെടും? പിങ്ക് കളർ ഉണ്ടാവും. കാരണം എന്താണ്? വന്ന വെള്ളത്തിൽ ആരുണ്ട്? ഫിനോഫ്തലിൻ ഉണ്ട്. ഫിനോഫ്തലിൻ ഈ വന്ന അമോണിയയുമായി ടച്ച് ചെയ്താൽ അമോണിയ ബേസ് അല്ലേ? അമോണിയ ബേസ് ആയതുകൊണ്ട് അവിടെ എന്താണ്? പിങ്ക് നിറം ഉണ്ടാവും. അപ്പൊ ഇവിടെ ജലധാര, ഈ വരുന്ന പമ്പ് ചെയ്ത ജലത്തിന് നിറം നൽകപ്പെടും. അപ്പൊ ഇവിടുന്ന് ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്നായിട്ട് ചോദിക്കോ? ഇല്ലടാ മക്കളെ. നോക്കിയേ, ചോദ്യം നമ്പർ 1, ഫിനോഫ്തലിൻ ജലത്തിൽ ചേർത്താൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? നോ ചേഞ്ച്, ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം ഫിനോഫ്തലിൻ ബേസിനെ മാത്രമേ നിറം മാറ്റുകയുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് ജലധാരക്ക് കളർ ഉണ്ടായത്? അപ്പൊ മക്കൾ പറയണം, അമോണിയ ബേസ് ആണ്, ഫിനോഫ്തലിൻ ബേസിന് പിങ്ക് കളർ നൽകും. ഓക്കെ, മറ്റൊന്ന് എന്താണ്? ഈ ജലവും അമോണിയവുമായി പ്രവർത്തിച്ച സംയുക്തം ഏതാണ്? അമോണിയം ഹൈഡ്രോക്സൈഡ്. അതിന്റെ ഇക്വേഷൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഇവിടുന്ന് ചോദിക്കുള്ളൂടാ മക്കളെ. ഇനി മറ്റൊന്ന്, അമോണിയയുടെ ടാങ്കർ, അമോണിയ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി ആയിരുന്നു. ആ ടാങ്കർ ലോറി മറിഞ്ഞു വീണപ്പോ ടാങ്കർ ലോറി ലീക്കായി. ലീക്ക് ആകുമ്പോൾ അമോണിയ ഗ്യാസ് ഒക്കെ പുറത്തേക്ക് വന്നു അല്ലെ? സാധാരണ LPG ഒക്കെ ആണെങ്കിൽ വൻ സീനാണ് അല്ലെ? നമ്മളവിടെ കത്തിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അമോണിയക്ക് അങ്ങനത്തെ പ്രശ്നമില്ലെങ്കിലും നമ്മളത് ശ്വസിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാം, ഒരുപാട് ശ്വസിച്ചാലും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊരു സീനല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ചുറ്റുപാടും നിങ്ങൾ ഉണ്ടെങ്കിൽ ആൾക്കൂട്ടത്തൊക്കെ വകച്ചു മാറ്റിയിട്ട് നിങ്ങൾ അവിടേക്ക് ചെല്ലും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആ അമോണിയ ലീക്കായ സ്ഥലത്തേക്ക് മക്കള് വാട്ടർ പമ്പ് ചെയ്യും. കാരണം എന്താ? ദേഷ്യം പിടിച്ച് ലീക്കായി നിൽക്കുന്ന അമോണിയയെ തണുപ്പിക്കാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? വാട്ടറിന്. കാരണം എന്താണ്? അമോണിയയും വാട്ടറും തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടത്തിലാണ്. അപ്പോ നമ്മൾ അമോണിയ ലീക്കായാൽ, അതിന് ടാങ്കറിന് ലീക്കായാലും സിലിണ്ടറിന് ലീക്കായാലും ഒക്കെ നിങ്ങൾ അതിനുള്ള പ്രതിവിധി എന്താണ്? അതിന് പരിഹാരം എന്താണ്? അമോണിയയെ ലീക്കായാൽ തണുപ്പിക്കാൻ ആരെ നമ്മൾ പമ്പ് ചെയ്താൽ മതി? ജലം പമ്പ് ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ പമ്പ് ചെയ്യുക എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അതെന്തായിക്കോളും? ആ ലീക്കാവുന്ന അമോണിയകളൊക്കെ അമോണിയം ഹൈഡ്രോക്സൈഡുകളായിട്ട് മാറിക്കോളും. അപ്പൊ ഇത് ചോദ്യമായി വരാറുണ്ട്. അമോണിയ ലീക്കായാൽ എന്താണ് പ്രതിവിധി എന്നുള്ളത് ചോദ്യമായി വരുമ്പോൾ നിങ്ങൾക്ക് പറയാം, അമോണിയക്ക് വാട്ടർ പമ്പ് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറയാം. ഓക്കെ, ഇനി 2 ടേമുകൾ ഇത് മക്കൾ പഠിച്ചു വെക്കുക. ലിക്വർ അമോണിയ, ലിക്വിഡ് അമോണിയ. ഒന്നുമില്ല, ലിക്വർ അമോണിയ, ലിക്വർ എന്നൊക്കെ പറഞ്ഞാൽ എവിടെ കേട്ടാലും മക്കൾ മനസ്സിലാക്കുക, കോൺസെൻട്രേഷൻ, ഗാഢത കൂടിയ സാധനമായിരിക്കും ലിക്വർ എന്ന് പറയുന്നത്. എന്നാൽ ലിക്വർ അമോണിയ എന്ന് പറഞ്ഞാൽ എന്താ? ഗാഢത കൂടിയ, കോൺസെൻട്രേഷൻ കൂടിയ അമോണിയയാണ് എന്ത്? ലിക്വർ അമോണിയ. ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ, ലിക്വർ അമോണിയ, അമോണിയയുടെ ഗാഢ ജലീയ ലായനി. ഇനി മക്കളെ, എന്താണ് ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞാൽ?
ദ്രവീകരിച്ച അമോണിയ. എടാ അമോണിയ വാതകമല്ലേ, അമോണിയ ഗ്യാസ് അല്ലേ. അപ്പൊ ഗ്യാസിനെ നമ്മൾ എന്താക്കാൻ പോവാണ്? ലിക്വിഡ് ആക്കാൻ പോവാണ്, ദ്രാവകമാക്കാൻ പോവാണ്. ഗ്യാസ് എന്ന് പറയുമ്പോൾ പറന്ന് നടക്കും അല്ലേ, ഇങ്ങനെ ആയിരിക്കും അതിന്റെ തന്മാത്ര ഉണ്ടാവുക. ഇവന്മാരൊക്കെ അടുപ്പിച്ച് കൊണ്ടുവന്നാൽ അത് എന്തായിക്കോളും? ദ്രാവകമായിക്കോളും. അപ്പൊ ഇതിനെന്താ വേണ്ടത്? പ്രഷർ കൊടുക്കുക, മർദ്ദം കൊടുക്കുക. അപ്പോ ലിക്വിഫൈഡ് അമോണിയ യൂസിങ് ഹൈ പ്രഷർ, ഉയർന്ന മർദ്ദം ഉപയോഗിച്ച് ദ്രവീകരിച്ച അമോണിയയാണ് നമ്മൾ ലിക്വിഡ് അമോണിയ അല്ലെങ്കിൽ ദ്രവീകരിച്ച അമോണിയ. ഇത് 1 മാർക്കിന് ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്, മക്കളെ പഠിച്ചു വെക്കുക. ദെൻ ലാസ്റ്റ് ആയിട്ട് അമോണിയയുടെ ഉപയോഗങ്ങളാണ്. അമോണിയ ഞാൻ നേരത്തെ പറഞ്ഞു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവള നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം സൾഫേറ്റ് പോലെയുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിൽ അമോണിയ വാതകം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഐസ് നിർമ്മാണം, ഐസിന്റെ ബ്ലോക്കുകൾ നിർമ്മിക്കുമ്പോൾ അതിൽ ശീതീകാരി തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്ന് ടൈലുകൾ, ജനൽപാളികളൊക്കെ വൃത്തിയാക്കാനുള്ള സൊല്യൂഷനിൽ എന്തുപയോഗിക്കാറുണ്ട്? നമ്മളുടെ അമോണിയ ഉപയോഗിക്കാറുണ്ട്. സോ ഈ ചാപ്റ്ററിലെ, ഈ വലിയ ചാപ്റ്ററിലെ ആദ്യത്തെ ഒരു പാർട്ട് നമ്മൾ ഇവിടെ തീർത്തിരിക്കുന്നു. മക്കളെ ഇത്രയും പഠിച്ചാൽ മതി. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതിൽ നിന്ന് എന്ത് ചോദ്യം ചോദിക്കുമെന്നുള്ളത് സാറ് പറഞ്ഞത് മാത്രം നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി, അതേ വരികയുള്ളൂ. അതെന്റെ കോൺഫിഡൻസ് ആണ്. സോ ഇതിന്റെ അടുത്ത പാർട്ട് സന്തുലനാവസ്ഥ അല്ലെങ്കിൽ ഇക്വിലിബ്രിയമാണ്. അത് അടുത്ത പാർട്ടിൽ കാണാം. മക്കൾ നന്നായി പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ദെൻ അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾ വീഡിയോയുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് വേണ്ടതെന്തോ അത് നിങ്ങൾ ആവശ്യപ്പെടുക. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ്.